നല്ലൊരു അടിപൊളി ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. നല്ല ദം ബിരിയാണി കേട്ടോ ബീഫിൻ്റെ. ഇതിൻ്റെ റൈസ് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവുള്ളൂ ഇത് എങ്ങനെയാണെന്നുള്ളത്. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിൻ്റെ ഒരു ജാർ എടുത്തിട്ട് ഒരു 10-12 പച്ചമുളക് ഞാൻ എടുത്തേക്കണം കേട്ടോ. പിന്നെ അതിക്ക് ഞാൻ ഒരു വലിയ ഉള്ളീൻ്റെ പകുതിയാണ് എടുത്തേക്കുന്നത്. ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5-6 ചെറിയ ഉള്ളി എടുത്തോളൂ കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് 2 സ്പൂണ് പെരിഞ്ചീരകം ഇട്ടെടുത്തേക്കണ്. പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി എൻ്റെ കയ്യിൽ പേസ്റ്റ് ആക്കിയതായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അല്ലാതെ അച്ചിയൽക്കുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 10 വെളുത്തുള്ളിയും കൂടി ഇട്ടുകൊണ്ട് മിക്സിൻ്റെ ജാറിൽ നല്ലോണം ഒന്ന് ചതച്ചെടുത്താൽ മതി, പേസ്റ്റ് ആക്കണ്ട. പിന്നെ ഞാനിത് 1.5 കിലോ ബീഫാണ് കേട്ടോ. നല്ല എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു. വെള്ളം വാർന്നിട്ട് വേണം നമ്മൾ കുക്കർക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 4 വലിയ ഉള്ളി സ്ലൈസ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ തക്കാളി വേണം. തക്കാളി 3 തക്കാളിയാണ് കേട്ടോ വേണ്ടത്. 3 തക്കാളി സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട പൊടികൾ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കണം കേട്ടോ. അത് 2 സ്പൂൺ തന്നെ ഇട്ട് കൊടുക്കണം. 2 സ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം. കുരുമുളകിൻ്റെ പൊടി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 സ്പൂണും കൂടി കൂട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. അതിൽ കൂടുതൽ ഒന്നും കൂട്ടിയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുരുമുളകിൻ്റെ എന്നെ അങ്ങോട്ട് കുത്തി വരും. അപ്പോൾ ഈ അളവ് കറക്റ്റ് ആയിരിക്കും കേട്ടോ 1.5 കിലോത്തിന്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കണം കേട്ടോ. കൈ കൊണ്ട് തന്നെ മിക്സ് ആക്കണം കേട്ടോ. കയ്യിലോട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിയാവില്ല. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ കുറച്ച് സാധനം കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഈ മിക്സിങ് നല്ലോണം കഴിഞ്ഞ് എല്ലാ ഭാഗത്തേക്കും മസാലകൾ എത്തിയതിന് ശേഷം നല്ലോണം ഒരു കൈപ്പിടി നിറച്ച് മല്ലിൻ്റെ ഇലയും പുതിനേൻ്റെ ഇലയും കൂടി മിക്സ് ആക്കിയിട്ട് അരിഞ്ഞതാണ് അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങേൻ്റെ നീര് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 3/4 കപ്പോളം നല്ല പുളിയുള്ള തൈര് തന്നെയാണ് ഇട്ടത്. നല്ല പുളിയുള്ള തൈര് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ചതച്ച് വെച്ചില്ലേ അതിൽ നിന്ന് ഒരു 3 സ്പൂൺ എടുത്തുകൊണ്ട് അത് ഇട്ട് കൊടുക്കുക. ബാക്കിക്ക് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് കേട്ടോ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമുളകിൻ്റെ പേസ്റ്റിന്. എന്നിട്ട് ഇതും കൈ കൊണ്ട് തന്നെ നല്ലോണം അങ്ങോട്ട് മിക്സാക്കി കൊടുക്കണം കേട്ടോ. നല്ലോണം കുഴച്ചിട്ട് മിക്സാക്കി തന്നെ വേണം. നമ്മളെ കയ്യിനെക്കാട്ടി വലിയൊരു ആയുധം വേറെ ഇല്ല. ഇതുകൊണ്ട് മിക്സാക്കണ അത്ര വേറെ ഒരു കയ്യിലേറ്റോ എന്തിട്ടും നമ്മൾ മിക്സാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിക്സായി കിട്ടൂല കേട്ടോ. അപ്പോൾ നല്ലോണം കൈയേറ്റം തന്നെ ഇങ്ങനെ മിക്സാക്കിയിട്ട് ഒരു 1/2 മണിക്കൂർ നമ്മൾ ഇതവിടെ തന്നെ വെക്കണം. ഇത് കുക്കർ പൂട്ടിക്കാണ്ട് 1/2 മണിക്കൂർ അവിടെ വെക്കുക. 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം ഇത് അടുപ്പത്തേക്ക് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ ഇതിനെന്താ ഞാൻ ഇന്ന് മറ്റ് സാധനങ്ങളൊക്കെ അടുപ്പത്തിരുന്ന് വേവണുണ്ട് കേട്ടോ. 2ാം പെരുന്നാളിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ചെറിയൊരു പെരുന്നാൾ സൽക്കാരുണ്ട്, മരുമോനൊക്കെ വരുന്ന ദിവസമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ബീഫ് നല്ലോണം അടുപ്പത്തിരുന്ന് റെഡി ആവുന്നുണ്ട്. പിന്നെ ചിക്കനും പൊരിക്കുന്നുണ്ട്. ഇത് സ്പ്രിങ്ങാണ് കേട്ടോ. അപ്പോൾ സ്പ്രിങ് പൊരിച്ചെടുക്കുന്നുണ്ട്. പെട്ടെന്ന് നമ്മൾ പണികളൊക്കെ ഒതുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ് അടുപ്പത്തേക്ക് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ പിന്നാലെ തന്നെ നമ്മൾ അരി ഞാൻ 5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിന് 5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് റൈസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിൻ്റെ മുന്നേ നമുക്ക് കുറച്ചും കൂടി പണിയുണ്ട്. ഒരു 3 ഉള്ളിയും കൂടി സ്ലൈസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ടോട്ടൽ 8 ഉള്ളി വേണം കേട്ടോ. ഇത് 3 ഉള്ളി. അപ്പോൾ ഉള്ളി ഒന്ന് നമുക്ക് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് RKGൻ്റെ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 5-6 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് നല്ലോണം ഒന്ന് മിക്സായി വരുമ്പോൾ നമുക്ക് ഈ ഉള്ളി ഇട്ടുകൊണ്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് കണ്ടാൽ വിചാരിക്കും ഇത്ര കുറഞ്ഞ ഉള്ളിയിൽ ഇത്ര കുറഞ്ഞ നെയ്യിലോ ഇതിലോ ഈ ഉള്ളിയൊക്കെ കൂടി പൊരിഞ്ഞ് കിട്ടുമെന്ന് വിചാരിക്കും. ആ പേടിയൊന്നും വേണ്ട. നല്ലോണം പൊരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. ഇത്രയും നെയ്യും വെളിച്ചെണ്ണയും തന്നെ ധാരാളമാണ് നമുക്ക് ഈ ഉള്ളി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഉള്ളി എന്ന് പറഞ്ഞാൽ ഒന്ന് വാടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് കുഴഞ്ഞു പോണ സാധനമാണ്. അപ്പോൾ ഒന്നും ഇങ്ങോട്ട് ആയി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഒരു പിടിയോളം വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടെടുത്തേക്കണ്.
വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു മണം നല്ലൊരു ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ അതാ ഈ കളറാവുമ്പോൾ നമ്മളിങ്ങോട്ട് പിന്നെ വാരി എടുക്കണം. അല്ല കുറച്ചും കൂടി കളറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളി കറുത്ത് പോവും. ഇത് വാടി വരുമ്പോൾ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരും. പിന്നെ പിന്നെ നെയ്യിക്കും വെളിച്ചെണ്ണയ്ക്കും തന്നെ പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്തേക്കും. നമ്മൾ സാധാരണ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇന്ന് പെരുന്നാൾ സൽക്കാരൊക്കെ അല്ലേ, അപ്പോൾ ഒന്ന് കളറായിക്കോട്ടെ വെച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളവരൊക്കെ ഇട്ട് കൊടുത്തോളി. പിന്നെ എണ്ണൻ്റെ കളറ് മാറിയത് കണ്ടിട്ട് ആരും ഇതാവൊന്നും വേണ്ട കേട്ടോ. അത് നമ്മൾ പിന്നെ ഉള്ളി പൊരിച്ച ഉള്ളിൻ്റെ കളറാണ് വന്നിരിക്കുന്നത്. അതിക്ക് ആദ്യം ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു 2 പട്ടയും ഒരു 5-6 കരാമ്പൂവും ഒരു 3 ഏലക്കായും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊട്ടിച്ചെടുത്തേക്കണ്. അതിൻ്റെ ശേഷം ഒരു ഉള്ളിയും കൂടി ഞാൻ എടുത്തുകൊണ്ട് ഇതിൽ ചെറുതായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ മസാല എടുത്തുകൊണ്ട് ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ മൂപ്പിച്ചെടുത്താൽ എന്താ വെച്ചാൽ ഈ റൈസിന് ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ റൈസിന്. അപ്പോൾ ഈ മസാലകളൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഈ റൈസ് മാത്രമായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേമാതിരി തന്നെ എല്ലാവരും ചെയ്യണം കേട്ടോ. ഇത് സ്കിപ്പ് ചെയ്യാതെ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ടേസ്റ്റ് റൈസിൻ്റെ ടേസ്റ്റ് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഞാൻ 5 കപ്പ് അരിക്ക് ഒരു 8.5 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതന്നെ മതി കേട്ടോ. നമ്മൾ നെയ്ച്ചോറുമായിട്ടല്ലേ വെക്കണത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ചോറൊന്ന് വറ്റി വരുന്നുണ്ടെന്ന് കണ്ടാൽ അത് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് അങ്ങനെ ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പാകത്തിന് കുഴയാതെ നല്ല വെന്ത് കിട്ടും കേട്ടോ. ഇതിലേക്ക് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് മൂടി വെക്കാം. ഇത് ചുടുവെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കട്ടെ. ചുടുവെള്ളം ഒഴിച്ചെടുത്താൽ പിന്നെ നമ്മൾ മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം തന്നെ തിളച്ച് വരും കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുക്കണം കേട്ടോ. അരി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് നല്ലോണം വേവിച്ചെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ജോക്കറാണ് അരി ഞാൻ എടുത്തിക്കണത് കേട്ടോ. ഇത് ബസ്മതി റൈസ് വെച്ച് വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക. പക്ഷെ എന്നാലും ഈ ചെറിയ അരിയായിട്ട് വെച്ച് ഒരു ബിരിയാണി വെക്കണ ആ ടേസ്റ്റ് കിട്ടൂല കേട്ടോ. ഒന്നുകിൽ ജീരകശാല അരി എടുക്കുക. അതൊക്കെ നല്ല ടേസ്റ്റുള്ള അരികളാണ്. കൈമ അരിയൊക്കെ കേട്ടോ. ഇപ്പോഴത്തെ നമ്മൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ കുക്കർ എന്തായി നോക്കട്ടെ ബീഫ്. അപ്പോൾ ഇതാ ബീഫ് ഞാൻ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിക്കാണ്ട് ഒരു വിസിലും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 4 വിസിലാണ് ഞാൻ അടുപ്പിച്ചെടുത്തേക്കണത് കേട്ടോ. കുക്കർ തുറക്കുമ്പോൾ നല്ല മണം, നമുക്ക് സഹിക്കാൻ കഴിയാത്ത മണം വരും കേട്ടോ. ഇപ്പം തന്നെ കഴിച്ചാലോ എന്നൊക്കെ തോന്നും. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോ. ആ വെള്ളം നമ്മൾ പിന്നെ ഒന്നും കൂടി തുറന്ന് വെച്ചിട്ട് വേവിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം ആ വെള്ളം. എന്നിട്ട് നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി വറ്റിച്ചെടുക്കും. ഇനി മസാല ഉണ്ടാക്കണം ആ ദമ്മിടാനുള്ള പാത്രത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തേക്കണ്. അതിക്ക് നമ്മൾ ഇതാ നേരത്തെ ബാക്കിയുള്ള എല്ലാ മസാലകളും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കിയില്ലേ അതിൽ ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കുക, മൂപ്പിച്ചെടുക്കുക. ഇതിലും ഈ മസാല അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇതിൻ്റെ എന്താ പറയുക മസാലക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ബിരിയാണീൻ്റെ കേട്ടോ. ബീഫല്ലേ, ബീഫ് ബിരിയാണി പിന്നെ കിടുകയാണല്ലോ സംഭവം. മറ്റൊരു എല്ലാ ബിരിയാണീനെക്കാട്ടി ടേസ്റ്റുള്ള ബിരിയാണി ബീഫ് ബിരിയാണിയാണെന്നല്ലേ പറയില്ലേ. അപ്പോൾ അത് 1 മിനിറ്റോളം ഒന്നും ഇങ്ങോട്ട് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ആദ്യം പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളിന്ന് ആ 3 ഉള്ളിന്ന് പകുതി ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയിട്ടെടുക്കണം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മല്ലിൻ്റെ ഇലയും പുതിനൻ്റെ ഇലയും കൂടി ഇട്ടോ. മല്ലിൻ്റെ ഇലയും പുതിനൻ്റെ ഇലയും ഇടണമെങ്കിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. നമ്മൾ ബിരിയാണിൻ്റെ ടേസ്റ്റ് തന്നെ അത് ഏത് തരം ബിരിയാണി ആണെന്നുണ്ടെങ്കിലും മല്ലിൻ്റെ ഇലയും പുതിനൻ്റെ ഇലയും ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഒരു 1.5 പിടിയോളം ഞാൻ ഇട്ടുകൊടുത്തേക്കണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിൻ്റെ ഇലയും പുതിനൻ്റെ ഇലയും. പുതിനൻ്റെ ഇല കുറവും മല്ലിൻ്റെ ഇല കൂടുതലായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ ആ കുക്കറിലുള്ള മസാല ബീഫ് ഇതിലേക്ക് തട്ടി കൊടുത്തേക്കണം കേട്ടോ.
ഇനി ഇതിൽ കിടന്നിട്ട് ഈ മസാല ഒന്ന് കുറുകി വറ്റി വരണം, പാകത്തിനുള്ള തിക്നെസ് ആയിട്ട് വരണം. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഓളൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു ലൈക്ക് എന്തായാലും നിങ്ങൾ മറക്കാതെ ചെയ്യണേ. ലൈക്ക് അടിക്കാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. പിന്നെ എല്ലാവരും കമൻറ്റ് ഇടോണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, മസാല ഒക്കെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിക്കണ്, നല്ലോണം വറ്റി പാകത്തിന് കുറുകി വന്നിക്കണ് കേട്ടോ. ഇനി നമുക്ക് ദമ്മിടാം. ഇത് ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. 2 ലെയറായിട്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ. കുറച്ച് നെയ്യും കൂടി നമ്മൾ ഇടയിൽ തൂവി കൊടുക്കണം. നമ്മൾ ആകെ ആദ്യം എടുത്തിക്കുന്ന നെയ്യും വെളിച്ചെണ്ണയും മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട് വെച്ചിട്ട് അതിലേക്ക് വേറെ നെയ്യൊന്നും നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. ആ ഉള്ളിയൊക്കെ മൂപ്പിച്ചതിൻ്റെ ബാക്കി എണ്ണയിലാണ് ഈ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ വല്ലാതെ നെയ്യൊന്നും അതിലുണ്ടാവില്ല. അതിൻ്റെ മേലെയും കൂടി കുറച്ച് നെയ്യ് തൂവിയിട്ട് നമുക്കിത് അടച്ച് വെക്കാം. നല്ല ടൈറ്റുള്ള അടപ്പന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മൈദ കൊണ്ടോ ഒന്നുകൊണ്ടോ ഒട്ടിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അടപ്പ് ലൂസാണെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ വെച്ചിട്ടോ അലൂമിനിയം ഫോയിൽ വെച്ചിട്ടോ എന്തെങ്കിലും ടാപ്പ് വെച്ചിട്ടോ എന്തെങ്കിലും ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യണില്ല. ഇത് നല്ല ടൈറ്റുള്ള അടുപ്പ് തന്നെയാണ്. പിന്നെ അതിൻ്റെ മൂടിക്ക് ചെറിയൊരു ഓളുണ്ടാവില്ല, അത് ഞാനൊരു കറാമ്പൂ വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. അത്രേ ചെയ്യണുള്ളൂ കേട്ടോ. ഒരു 15 മിനിറ്റ് ഇങ്ങനെ ദമ്മിട്ടതിൻ്റെ ശേഷം ലോ ഫ്ലെയിമിൽ അവിടെ വെക്കുക. അപ്പം നമ്മൾ നല്ല അസൽ ദം ബിരിയാണി, ബീഫ് ദം ബിരിയാണി റെഡിയായി കിട്ടും. ഇത് തുറക്കുമ്പോൾ പിന്നെ അതിൻ്റെ അടുത്തൊന്നും നിൽക്കാൻ കഴിയില്ല, അത്രയ്ക്ക് നല്ല സൂപ്പർ മണാട്ട വരുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിത് വിളമ്പാണ് കേട്ടോ. ഇതിൻ്റെ റൈസിന് ഒരു പ്രത്യേക ടേസ്റ്റ് വെച്ചാൽ വേറൊരു ടേസ്റ്റാണ്. നല്ല ഓവർ കളറും ഉണ്ടാവില്ല, പാകത്തിന് കളറായിട്ടുള്ള നല്ല അടിപൊളി ബിരിയാണി. ഇതിൻ്റെ റൈസ് തന്നെ കണ്ടില്ലേ, നല്ല ഒന്നിനോട് തൊട്ടാതെ നല്ല അടിപൊളിയായിട്ട് റൈസും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. ഞാൻ മസാല ഒരു സൈഡിലും റൈസ് ഒരു സൈഡിലായിട്ടാണ് കേട്ടോ വിളമ്പണത്. എങ്ങനെ വിളമ്പിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ വിളമ്പിന്ന് മാത്രമേ ഉള്ളൂ, എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് വിളമ്പിയാലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ബിരിയാണീൻ്റെ അഭിപ്രായമൊക്കെ പറയുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.